ഹലോ നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നിപരീക്ഷയുടെ രണ്ടാമത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് കേട്ടോ. നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ കണ്ട അതേ ഒരു മെത്തേഡ് തന്നെയായിരുന്നു സെക്കൻഡ് എപ്പിസോഡിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ആദ്യത്തെ ടാസ്കിൽ പുറത്തായ 20 പേരെ വീണ്ടും സ്റ്റേജിലേക്ക് വരുന്നുണ്ട്. അവർ 3 ടീമുകളായിട്ട് അവിടെ തിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഓരോ ടീമിനെയും പ്രത്യേകം സ്റ്റേജിലേക്ക് വിളിച്ച് പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഓരോ ടാസ്കുകൾ കൊടുക്കുകയൊക്കെ ചെയ്യുന്നു. പിന്നെ ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ കണ്ട അതേ ഒരു പാറ്റേൺ തന്നെയാണ് കേട്ടോ സെക്കൻഡ് എപ്പിസോഡിലും. പക്ഷേ സെക്കൻഡ് എപ്പിസോഡിൽ കുറച്ചുകൂടി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നേ. ആദ്യം നമ്മുടെ അവതാരിയായിട്ടുള്ള റെനീഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റെനീഷ വളരെ നന്നായിട്ടാണ് കേട്ടോ ഈ ഒരു ഷോ ഹാൻഡിൽ ചെയ്യുന്നത്. നല്ലൊരു എൻ്റർടൈൻമെൻറ്റോട് കൂടിയാണ് ഷോ മുന്നോട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നത്. അവതാരക എന്ന നിലയിൽ റെനീഷ വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അതുപോലെ നമ്മുടെ ജഡ്ജസിനെ കുറിച്ച് പറയുമ്പോൾ സത്യത്തിൽ പറയാൻ വാക്കുകളില്ല കേട്ടോ. അടിപൊളിയാണ് നമ്മുടെ ജഡ്ജസ്. ചിലപ്പോൾ അവരുടെ രീതികളും ചില നിലപാടുകളൊക്കെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ ഈ ഒരു ഷോയ്ക്ക് അനുയോജ്യമായ ഒരു ജഡ്ജസായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ സെക്കൻഡ് എപ്പിസോഡിൽ ജഡ്ജസിൻ്റെ പെർഫോമൻസ് ഗംഭീരമായിരുന്നേ. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഏറ്റവും നന്നായി പെർഫോം ചെയ്ത അല്ലെങ്കിൽ ഓർത്തിരിക്കുന്ന ഒരു കണ്ടസ്റ്റൻസിൻ്റെ പേര് പറയാൻ പറഞ്ഞപ്പോൾ നമ്മുടെ റിയാസ് പൂജയുടെ പേരാട്ടോ പറയുന്നത്. കാരണം കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്തതിൻ്റെ കാരണം പൂജയാണല്ലോ. സോ റിയാസ് പൂജയുടെ പേര് പറയുന്നതും നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷം ആ 20 പേരും സ്റ്റേജിലേക്ക് ഓടിച്ചാടിയാട്ടോ വരുന്നത്. കാരണം അവർ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടു കൂടിയാണ് വന്നത്. കാരണം കഴിഞ്ഞ ദിവസം ഇനിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടില്ല എന്ന് വിചാരിച്ചെടുത്തുനിന്നാണ് അവർ വീണ്ടും സ്റ്റേജിലേക്ക് കയറി വരുന്നത്. സോ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് അവർക്ക് എന്തായാലും ഉണ്ടാവുമല്ലോ. അതിൽ തന്നെ ഇന്നും പൂജയുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെയും പൂജയുണ്ടായിരുന്നു. നമ്മൾ പ്രൊമോകളിലേക്ക് കണ്ട അതേ പൂജ തന്നെ. പിന്നീട് പ്രധാനമായിട്ടും ചർച്ചയായത് ജഡ്ജസുമായി ബന്ധപ്പെട്ട ആ ഒരു വിഷയം തന്നെയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസത്തെ ടാസ്കിൽ പൂജയ്ക്ക് കിട്ടിയ ആ ഒരു വിജയത്തെക്കുറിച്ച് വീണ്ടും അവിടെ ചോദ്യം ഉയർന്നിട്ടുണ്ട്. പൂജ കരഞ്ഞിട്ടാണ് ജഡ്ജസ് അവരെ വിജയിപ്പിച്ചത് എന്നാണ് മറ്റ് കണ്ടസ്റ്റൻസൊക്കെ പറഞ്ഞത്. പക്ഷേ ഓൺ ദ സ്പോട്ടിൽ തന്നെ ജഡ്ജസ് ആ ഒരു കാര്യം ക്ലിയർ ചെയ്ത് കേട്ടോ. പ്രത്യേകിച്ച് രഞ്ജിനി വളരെ സീരിയസ് ആയിട്ടാണ് ആ ഒരു വിഷയം എടുത്തത്. എല്ലാവരോടും പൊതുവായി ചോദിച്ചാണ് പൂജയെ ആ ഒരു ടാസ്കിൽ വിജയിച്ചതായി പരിഗണിച്ചത് എന്ന് രഞ്ജിനി ചൂണ്ടിക്കാണിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ എന്തുകൊണ്ട് ആ സമയത്ത് പറഞ്ഞില്ല എന്നൊക്കെ രഞ്ജിനി ചോദിക്കുന്നുണ്ട്. അതുമാത്രമല്ല പൂജയുടെ കയ്യിൽ കൃത്യമായിട്ട് ക്ലൂ ഉണ്ടായിരുന്നു, കീ ഉണ്ടായിരുന്നു. അവിടെ സംഭവിച്ച കാര്യം എല്ലാവരും ക്ലിയർ ആയിട്ട് കണ്ടതാണ്. കാരണം പൂജയ്ക്ക് അത് തുറക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അതെന്തോ എനിക്ക് തോന്നുന്നു ആ ഒരു പൂട്ടം കണ്ട് ലോക്കായതായിട്ടായിരിക്കും. സോ ആ ഒരു വിഷയം പറഞ്ഞിട്ട് ജഡ്ജസ് അവിടെ അത് അവസാനിപ്പിക്കുന്നുണ്ടേ. എനിക്ക് തോന്നുന്നു അഗ്നിപരീക്ഷയിൽ ഇവിടെ ന്യായാന്യായങ്ങൾക്കൊന്നും വലിയ സ്ഥാനമുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. കാരണം ഇത് കുറച്ചൊക്കെ ജഡ്ജസിൻ്റെ ഡിസിഷൻ പോലെയായിട്ടാണ് എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ച് ഇനീഷ്യൽ സ്റ്റേജിൽ ജഡ്ജസ് ഈ കണ്ടസ്റ്റന്റുകളെ എങ്ങനെ കാണുന്നു എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു ടാസ്കിൽ ആര് ജയിക്കണം, ആര് പരാജയപ്പെടണം, എന്ത് മാനദണ്ഡം അനുസരിച്ചിട്ടാണ് ഒരാളെ ജയിപ്പിക്കേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുന്നത് അവിടുത്തെ അൾട്ടിമേറ്റ് അതോറിറ്റിയായ ജഡ്ജസ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഘട്ടത്തിൽ നമ്മുടെ മത്സരാർത്ഥികൾക്ക് നമ്മുടെ ജഡ്ജസിനോട് അധികം ഒന്ന് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ സാധിക്കുന്നു തോന്നില്ല കേട്ടോ. അവർ ജഡ്ജസുമായി ഒന്ന് മുട്ടി നോക്കി. പക്ഷേ ഇത്തവണ ജഡ്ജസ് സ്കോർ ചെയ്തു കേട്ടോ. കണ്ടസ്റ്റൻസിന് ജഡ്ജസിനോട് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല എന്നത് വാസ്തവമായ ഒരു കാര്യമാണ്. സത്യത്തിൽ ഇവിടെ മത്സരാർത്ഥികൾ ഓർക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ജഡ്ജസിനോട് ഫൈറ്റ് ചെയ്ത് ജയിക്കാനല്ല അവരവിടെ പോയത്. പരസ്പരം ഫൈറ്റ് ചെയ്ത് വിൻ ചെയ്ത് ഒരേ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ബിഗ് ബോസ് വീടിനകത്തേക്ക് എത്തിച്ചേരുക എന്നതാണ്. ഈ 2 എപ്പിസോഡുകൾ തന്നെ ചില സമയത്ത് മത്സരാർത്ഥികൾ അത് മറന്നു പോയ പോലെയൊക്കെ തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു എപ്പിസോഡിൽ പ്രധാനമായിട്ട് നടന്നത് ടാസ്കുകളാണ്. ആദ്യം വരുന്നത് നമ്മുടെ എഞ്ചിനീയർ ഹരിദാസിൻ്റെ ടീമാണ്. ഇവർക്ക് കുറച്ച് ജാമിതീയ രൂപങ്ങൾ കൊടുക്കുന്നുണ്ട്. ആ രൂപങ്ങൾ ഒന്നിനു മുകളിൽ ഒന്നായി വെച്ചിട്ട് ഒരു പ്രത്യേക ഘടന ഉണ്ടാക്കിയെടുക്കുക എന്നതായിരുന്നു ടാസ്ക്. ഈ ടാസ്ക് വിൻ ചെയ്തത് ഷിജുവും രാകേഷുമാണ്. ഇവർക്ക് 2 പേർക്ക് ഇൻഫിനിറ്റി പെഡന്റ് കൊടുക്കാൻ ജഡ്ജസ് ഡിസൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവരോടൊപ്പം തന്നെ വൈശാഖ് എന്ന മത്സരാർത്ഥി ടാസ്ക് നേരത്തെ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈശാഖിന് എന്തുകൊണ്ട് പെഡന്റ് കൊടുത്തില്ല എന്നത് തീർച്ചയായിട്ടും അവിടെ ചർച്ചയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അടുത്തത് രഞ്ജിനി ഹരിദാസിൻ്റെ ടീമായിരുന്നേ. അവിടെ ടാഷി എന്ന വളരെ യങ്ങായിട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ് പെഡന്റ് നേടുന്നത്. വളരെ സ്മാർട്ടായിട്ടാണ് ടാഷി അവിടെ കളിക്കുകയും ചെയ്തത് കേട്ടോ. പക്ഷേ അവിടെയും ഒരു തർക്കത്തിന് സാധ്യത ഉണ്ടായേ. JTB തോമസും ടാഷിയുമാണ് ടാസ്കിൻ്റെ അവസാന ഘട്ടത്തിലെത്തുന്നത്. കയ്യിൽ ഒരു വടി പിടിച്ചു നിന്നുകൊണ്ട് മ്യൂസിക് കേൾക്കുന്ന സമയത്ത് ചാടിക്കൊണ്ടിരിക്കുകയും മ്യൂസിക് നിൽക്കുന്ന സമയത്ത് വടി കയ്യിൽ നിന്ന് വടി വിട്ട് വടി ക്യാച്ച് ചെയ്യുകയും വേണം എന്നതായിരുന്നു എനിക്ക് കിട്ടിയ ടാസ്ക്. JTB തോമസ് വളരെ സ്മാർട്ടായിട്ട് തന്നെ കളിച്ചു. ടാഷിയും നന്നായിട്ട് കളിച്ചു കേട്ടോ.
സത്യത്തിൽ നോക്കുമ്പോൾ ടാസ്ക് ജയിച്ചത് JTP തോമസ് ആണെന്ന് തോന്നാം. പക്ഷേ ജഡ്ജസ് ഒരു റൗണ്ട് കൂടി നടത്താനാണ് തീരുമാനിച്ചത്. അവിടെ വന്ന കൺഫ്യൂഷൻ എന്തെന്ന് വെച്ചാൽ JTPയുടെ കയ്യിലിരുന്ന വടി പെട്ടെന്ന് തറയിലേക്ക് ഇട്ടതിന് ശേഷമാണ് ടാഷി അടുത്ത വടി ക്യാച്ച് ചെയ്യുന്നത് കേട്ടോ. ടാഷി അത് സ്മാർട്ടായിട്ട് ക്യാച്ച് ചെയ്തത് അടിപൊളി ക്യാച്ച് തന്നെയായിരുന്നു കേട്ടോ. പക്ഷേ ജഡ്ജസ് കണ്ടത് മറ്റൊരു പോയിന്റ് ആയിരുന്നു. അവിടെ ടാസ്കിൽ പറയുന്നത് വടി തറയിൽ മുട്ടി നിൽക്കണം എന്നായിരുന്നു. JTP അത് ചെയ്യില്ല എന്ന പോയിന്റ് പറഞ്ഞാണ് അവസാനം ടാഷിയെ വിജയിയായിട്ട് അവിടെ പ്രഖ്യാപിക്കുന്നത്. അഖിൽ പറഞ്ഞ ഒരു പോയിന്റും ഇവിടെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെട്ടു കേട്ടോ. ലൈഫിൽ ഓപ്പർച്യൂണിറ്റീസ് ഒരിക്കലും മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എങ്ങനെയാണോ വരുന്നത് അതിനനുസരിച്ച് തീരുമാനം എടുക്കുക എന്നായിരുന്നു അഖിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫൈനലി ജഡ്ജസിൻ്റെ ഡിസിഷൻ എന്ന് പറയുന്നത് തന്നെ ടാഷി വിന്നറായി. അങ്ങനെ പെഡന്റ് ടാഷിക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട്. അടുത്തത് വന്നത് അഖിലിൻ്റെ ടീമായിരുന്നേ. ഇവിടെ കണ്ടസ്റ്റൻസിന് ഓരോരുത്തർക്കും ഓരോ കളറിലുള്ള പേപ്പറും ഒരു സ്ട്രോയും കൊടുക്കുന്നുണ്ട്. കുറേ പേപ്പർ കഷ്ണങ്ങൾ തറയിൽ ഇട്ടിട്ടുണ്ടാകും. ബസർ അടിക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ സ്ട്രോ ഉപയോഗിച്ചിട്ട് എയർ ലിഫ്റ്റ് ചെയ്ത് അവരുടെ കളറിലുള്ള പേപ്പർ ബൗളിലേക്ക് കൊണ്ടുപോകണം. വല്ലാത്തൊരു ടാസ്ക് കേട്ടോ. ഏറ്റവും കൂടുതൽ പേപ്പർ ബൗളിൽ എത്തിക്കുന്ന ആളാണ് ഈ ടാസ്കിൽ വിജയിക്കുന്നത്. ഇവിടെ ലൊലീറ്റയാണ് വളരെ നന്നായിട്ട് പെർഫോം ചെയ്തത് കേട്ടോ. 26 പേപ്പർ കഷ്ണങ്ങളാണ് മറ്റുള്ളവരൊക്കെ കളക്ട് ചെയ്തത്. സോ ലൊലീറ്റയാണ് ഇവിടെ ഫസ്റ്റ് വിൻ ചെയ്യുന്നത്. അതോടൊപ്പം ഏറ്റവും നല്ല സ്ട്രാറ്റജി ഉപയോഗിച്ച് പ്ലേ ചെയ്ത ഒരു കണ്ടസ്റ്റൻസ് ആണ് നമ്മുടെ ശ്യാം ഷാജി. ജഡ്ജസ് ശ്യാം ഷാജിക്ക് പെഡന്റ് കൊടുക്കുന്നുണ്ട്. ശ്യാം ഏകദേശം 24 പേപ്പറുകളാണ് കളക്ട് ചെയ്തത്. പക്ഷേ മറ്റുള്ളവരുടെ പേപ്പറുകൾ ആ സമയത്ത് തന്നെ ചുറ്റുപാടിൽ നിന്നൊക്കെ ഊതിക്കളഞ്ഞിട്ട് സ്വന്തം പേപ്പർ കളക്ട് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ശ്യാം അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ 24 പേപ്പർ മാത്രമാണ് കളക്ട് ചെയ്തതെങ്കിലും സ്ട്രാറ്റജി ഉപയോഗിച്ച് ഗെയിം കളിച്ചു എന്ന കാരണത്താൽ ശ്യാം ഷാജിക്ക് പെഡന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ജഡ്ജസ് തീരുമാനിച്ചത്. സോ ബേസിക്കലി സെക്കൻഡ് എപ്പിസോഡിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് കേട്ടോ. പക്ഷേ എപ്പിസോഡ് അവസാനിക്കുന്നതിന് മുമ്പ് റെനീഷ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. അത് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. 40 കണ്ടസ്റ്റൻസ് ഒന്നിച്ച് സ്റ്റേജിലേക്ക് വന്നിട്ടും പരസ്പരം കൊമ്പ് കോർക്കും എന്നാണ് റെനീഷ പറഞ്ഞ് ആ ഒരു എപ്പിസോഡ് അവസാനിപ്പിക്കുന്നത്. സോ ഫസ്റ്റ് എപ്പിസോഡുമായി കമ്പയർ ചെയ്യുമ്പോൾ സെക്കൻഡ് എപ്പിസോഡ് ആണോ നല്ലത് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു നല്ലത് നമ്മുടെ സെക്കൻഡ് എപ്പിസോഡ് തന്നെയാണ് കേട്ടോ. കാരണം ഫസ്റ്റത്തെ എപ്പിസോഡിൽ അത്ര കാര്യമായിട്ടൊന്നും ഉണ്ടാകാനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. നമുക്ക് നോക്കാം ഇനി വരുന്ന എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നടക്കുക എന്നുള്ളത്.